Krishna Sri Krishna, Hare Krishna Krishna Sri Krishna, Hare Krishna Krishna Sri Krishna, Hare Krishna Krishna Sri Krishna. പണ്ട് ഉഗ്രസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ഉഗ്രസേനന്റെ മകൻ കംസൻ മധുരയുടെ രാജകുമാരനായിരുന്നു. കംസൻ ഒട്ടും ദയവില്ലാത്ത കഠിന ഹൃദയനായ ഒരു ദുഷ്ടനായിരുന്നു. മധുരയിലുള്ള എല്ലാവരും അയാളുടെ ദുഷ്ടപ്രകൃതത്തെ കണ്ട് പേടിച്ചരണ്ടുപോയിരുന്നു. കംസൻ ഒരാളെ മാത്രം വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അത് കംസന്റെ സഹോദരി ദേവകിയല്ലാതെ മറ്റാരുമായിരുന്നില്ല. ദേവകി ദൈവഭക്തിയുള്ള സുശീലയായ സ്ത്രീയായിരുന്നു. അങ്ങനെയിരിക്കെ വസുദേവർ എന്ന കുലീനനായ ഒരാളുമായി ദേവകിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അവരുടെ വിവാഹം വളരെ ഗംഭീരമായി നടന്നു. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞതും ദേവകിയെ ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന കംസൻ തന്നെ ഘോഷയാത്രയുടെ മുന്നിലുള്ള രഥത്തിന്റെ സാരഥിയായിക്കൊണ്ട് ദേവകിയെ പുതിയ ബന്ധുക്കളുടെ വീട്ടിലേക്ക് നയിച്ചു. ആ വിവാഹ ഘോഷയാത്ര ചെന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഗംഭീരമായ ശബ്ദത്തിൽ ഒരു അശരീരി കേട്ടു. ദുഷ്ടനായ കംസ, നീ എന്തിനാണിങ്ങനെ സന്തോഷിക്കുന്നത്? ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, നീ വളരെയധികം സ്നേഹിക്കുന്ന സഹോദരി നിന്നെ കൊല്ലാൻ പോകുന്നയാൾക്ക് ജന്മം നൽകും. ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. ഇത് കേട്ടതും കംസൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി. 8ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പായി ഞാൻ അവളെ കൊന്നുകളയും. കംസ, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ സഹോദരിയെ അവളുടെ വിവാഹ ദിവസം കൊല്ലുക എന്നതൊട്ടും ന്യായമല്ല. നീ ദേവകിയുടെ ജീവൻ വിട്ടുതന്നാൽ അവൾ ജന്മം നൽകുന്ന ഓരോ കുഞ്ഞിനെയും നിന്റെ കൈകളിൽ ഏൽപ്പിക്കുമെന്ന് ഞാൻ വാക്കുതരുന്നു. ദയവായി വിശ്വസിക്കുക. ഞാൻ ദേവകിയെ വെറുതെ വിട്ടേക്കാം, പക്ഷെ നീ നിന്റെ വാക്ക് പാലിക്കുമോ എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നതായിരിക്കും. അതിനുശേഷം വിവാഹ ഘോഷയാത്ര മധുരയിലേക്ക് തിരിച്ചു പോകാൻ കംസൻ ആജ്ഞാപിച്ചു. മധുരയിലെത്തിയ ഉടൻ കംസൻ ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിൽ അടച്ചു. ഒരു ദിവസം കംസൻ ദേവകി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞു. കംസൻ ഉടനെ തന്നെ കാരാഗൃഹത്തിലേക്ക് ചെന്നു. ദേവകി, ആ കുഞ്ഞിനെ എനിക്ക് തരൂ. കംസൻ ദേവകിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്ത ശേഷം അതിനെ തലകീഴായി തൂക്കിപ്പിടിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ അപ്പോൾ തന്നെ നിലത്തടിച്ചു കൊന്നുകളയുകയും ചെയ്തു. അതിനുശേഷം ദേവകി ജന്മം നൽകിയ 5 കുഞ്ഞുങ്ങളെയും കംസൻ ഇതേ രീതിയിൽ തന്നെ നിഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവകി 7ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. 7ാമത്തെ കുഞ്ഞ് തികച്ചും അത്ഭുതകരമായി ഗോകുലത്തിലുള്ള വസുദേവരുടെ 2ാമത്തെ ഭാര്യ രോഹിണിയുടെ അടുത്തെത്തി. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ബലരാമൻ എന്നു പേര് വെച്ചു. ദേവകിയുടെ 7ാമത്തെ കുഞ്ഞ് പ്രസവത്തിൽ മരണപ്പെട്ടു പ്രഭു. അന്ന് ശ്രാവണ മാസത്തിലെ 8ാമത്തെ ദിവസമായിരുന്നു. ശക്തമായ കൊടുങ്കാറ്റ് ആ നഗരത്തെ വിറപ്പിച്ചു കളഞ്ഞു. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വളരെ ശക്തമായ മഴയും പെയ്യാൻ തുടങ്ങി.
ദേവകി 8ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭഗവാൻ വിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: ദേവകി, വസുദേവ, നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞായി ജനിച്ചിരിക്കുന്നത്. വസുദേവ, ഈ കുഞ്ഞിനെ ഉടനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നന്ദഗോപർക്ക് ജനിച്ച കുഞ്ഞിന്റെ സ്ഥാനത്ത് മാറ്റിവെക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണുദേവൻ അപ്രത്യക്ഷനായി. അന്ന് അർദ്ധരാത്രി ദേവകിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. നോക്കൂ, ഈ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര അതിശയകരമായിരിക്കുന്നു. ദേവകി, ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ തരൂ. ഞാനിവനെ ഗോകുലത്തിൽ നന്ദഗോപരുടെ അടുത്ത് എത്തിക്കാം. വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് യാത്ര പുറപ്പെട്ടതും കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം താനെ തുറന്നു. അവിടെ കാവൽ നിന്നിരുന്ന ഭടന്മാരെല്ലാം പെട്ടെന്ന് ഉറങ്ങുവാൻ തുടങ്ങി. വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് വസുദേവർ ഒരു കൂടയിൽ കുഞ്ഞിനെ തലയിലേറ്റി ശ്രദ്ധാപൂർവം നടന്നു ചെന്നു. വിഷ്ണു വൈകുണ്ഠത്തിൽ വളർത്തിയ ആദിശേഷൻ എന്ന പാമ്പ് വസുദേവരുടെ കൂടെ അകമ്പടി ചെന്നു. ആ പാമ്പിന്റെ വിടർന്ന ഭണം വസുദേവരുടെ തലയിലെ കൂടയിൽ വെച്ചിരുന്ന കുഞ്ഞിന് കുടപിടിച്ചു. അങ്ങനെ വസുദേവർ യമുനാ നദീതീരത്തെത്തിച്ചേർന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ നദി 2 ഭാഗത്തേക്കും പിരിഞ്ഞ് അദ്ദേഹത്തിന് നടന്നു പോകാൻ വേണ്ടുന്ന വഴി കൊടുത്തു. വസുദേവർ ഗോകുലത്തിലെത്തി. അപ്പോൾ അവിടെ നന്ദഗോപരുടെ ഭാര്യ യശോദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. വസുദേവർ കൃഷ്ണനെ ആ പെൺകുട്ടിയുടെ തൊട്ടിലിൽ കിടത്തി. എന്നിട്ട് ആ പെൺകുഞ്ഞിനെ തന്റെ കയ്യിലെടുത്തു. അതിനുശേഷം വസുദേവർ കാരാഗൃഹത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. പെൺകുഞ്ഞിനെയും കൊണ്ട് വസുദേവർ കാരാഗൃഹത്തിൽ തിരിച്ചെത്തി. അകത്തേക്ക് കടന്ന ഉടനെ കാരാഗൃഹത്തിന്റെ തുറന്നുകിടന്ന വാതിലുകൾ വീണ്ടും അടയുകയും ഉറങ്ങിപ്പോയ ഭടന്മാർ ഉണരുകയും ചെയ്തു. ഉണർന്നെഴുന്നേറ്റ ഭടന്മാർ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ഉടനെ ആ ഭടന്മാർ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന വിവരം രാജാവിന് നൽകി. ദേവകി, ആ കുഞ്ഞിനെ ഇങ്ങ് തരൂ. അയ്യോ, ദയവ് ചെയ്ത് ആ കുഞ്ഞിനെ ഉപദ്രവിക്കരുതേ. അത് താങ്കളെ പോലുള്ളൊരു യോദ്ധാവിന് ചേർന്നതല്ല. പക്ഷേ കംസൻ ഈ പരിവേദനങ്ങളൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പെട്ടെന്ന് ആ പെൺകുഞ്ഞ് അവന്റെ കൈകളിൽ നിന്നും വഴുതി മാറി ആകാശത്തിലേക്ക് ഉയർന്നു. ആ കുഞ്ഞ് ദുർഗാദേവിയായി പ്രത്യക്ഷപ്പെട്ടു. ഹേ ദുഷ്ടനായ കംസ, നിസ്സഹായയായ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുക വഴി നീ നിന്റെ ദുഷ്ടത്തരം വീണ്ടും കാണിച്ചിരിക്കുകയാണ്. നിന്റെ ഘാതകന് ദേവകി അർദ്ധരാത്രിയിൽ ജന്മം നൽകി കഴിഞ്ഞു. അവനിപ്പോൾ ഗോകുലത്തിൽ സുരക്ഷിതനായിരിക്കുന്നു. സമയം വരുമ്പോൾ അവൻ നിന്നെ അന്വേഷിച്ചു വന്ന് നീ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ടത്തരത്തിനും അർഹിക്കുന്ന ശിക്ഷ നൽകുന്നതായിരിക്കും. ദുർഗാദേവി അപ്രത്യക്ഷയായി. കംസൻ ഇതെല്ലാം കേട്ട് ആകെ തരിച്ചു നിന്നുപോയി. വസുദേവരും ദേവകിയും അത്യാഹ്ലാദത്തിൽ മുഴുകി.
യമുന നദിക്കരയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഗോകുലം. ഗോകുലത്തിലെ ജനങ്ങൾ മിക്കവരും പശുക്കളെ മേയ്ക്കുന്നവരായിരുന്നു. നന്ദഗോപാലൻ ഗ്രാമത്തലവനായിരുന്നു. യശോദയുടെയും നന്ദഗോപാലന്റെയും വീട്ടിൽ വളർന്നുകൊണ്ടിരുന്ന കൃഷ്ണൻ അവരുടെ എല്ലാ സ്വപ്നവുമായിരുന്ന കുട്ടിയായിരുന്നു. ഒരു ദിവസം യശോദ അവനെ കളിക്കോപ്പുകൾ നൽകി വീട്ടിനകത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇരുത്തിയതിനു ശേഷം അടുക്കളയിലേക്ക് ചെന്നു. അവൻ നാലുപാടും തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവൻ വാതിലും കടന്ന് നേരെ പൂന്തോട്ടത്തിലേക്ക് നടന്നു ചെന്ന് മണ്ണിൽ കളിക്കുവാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് യശോദ അടുക്കളയിൽ നിന്നും വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ വീട്ടിൽ എവിടെയും ഇല്ല എന്ന് മനസ്സിലായി. കൃഷ്ണ, എടാ വികൃതി ചെക്ക, നീ എന്തു ചെയ്തുകൊണ്ടിരിക്കുക? യശോദയുടെ ശബ്ദം കേട്ടതും കൃഷ്ണൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു ചെന്നു. നിന്റെ വായിൽ എന്താ ഉള്ളത്? കൃഷ്ണൻ യശോദയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇരുവശത്തേക്കും തലയാട്ടി. വായ തുറക്ക്, ഞാനൊന്ന് കാണട്ടെ. യശോദ കണ്ടത് ഭൂമിയും 7 കടലുകളും എല്ലാ മലകളും മരുഭൂമികളുമായിരുന്നു. അവർ സൂര്യനെയും ചന്ദ്രനെയും കണ്ടു. സൗരയൂഥത്തിലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം കണ്ടു. മുഴുവൻ പ്രപഞ്ചത്തെയും അവർക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോഴവൻ അവന്റെ കൊച്ചുവായ അടച്ചു. അവർ അത്ഭുതം കൊണ്ട് തരിച്ചു നിന്നുപോയി. ഞാൻ സ്വപ്നം കാണുകയായിരുന്നില്ല. എന്റെ കണ്ണുകൾ തുറന്നു തന്നെയാണിരുന്നത്. ഞാൻ കണ്ട കാഴ്ചകൾ അവിശ്വസനീയം തന്നെ. അങ്ങനെയെങ്കിൽ ഈ ദർശനം എന്റെ മകന്റെ ദിവ്യശക്തി കൊണ്ട് സംഭവിച്ചതായിരിക്കണം. അമ്മ യശോദ ഇക്കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞു. അവർ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ദിവസം കൃഷ്ണൻ ബലരാമനോടും മറ്റു കൂട്ടുകാരോടും ഒത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തെരുവിൽ നിന്നും ഒരു സ്ത്രീ എന്തോ ഉറക്കെ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു. പഴം വേണോ? പഴം, നേന്ത്രപ്പഴം, ഓറഞ്ച്, മുന്തിരി. പഴം വേണോ? പഴം, ആപ്പിൾ, നേന്ത്രപ്പഴം, ഓറഞ്ച്, മുന്തിരി. കൃഷ്ണൻ ഉടനെ പഴം വാങ്ങണം എന്ന് തോന്നി. കൃഷ്ണനെ കണ്ട മാത്രയിൽ ആ പഴം വിൽപ്പനക്കാരി അവന്റെ മോഹന രൂപം കണ്ട് അത്ഭുത സ്തബ്ധയായി നിന്നു. നോക്കൂ, എനിക്ക് കുറച്ച് പഴം വേണം. എനിക്ക് പഴം തരാമോ? പഴം തരാം, പകരം നീ എന്ത് തരും? കൃഷ്ണൻ ഉടനെ പഴം വാങ്ങിയേ തീരൂ. പക്ഷേ അവന്റെ പക്കൽ പൈസ ഇല്ല. അവിടെ അടുത്തൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കൂമ്പാരം
അവന്റെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകൾ കണ്ടുപിടിച്ചു. അവൻ അവന്റെ കൊച്ചു കൈകളാൽ ഒരു പിടി ധാന്യം കോരിയെടുത്തു. എന്നിട്ട് പഴവിൽപ്പനക്കാരിയുടെ അടുത്തെത്തി. പഴം വിൽപ്പനക്കാരി വാതിൽക്കൽ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് ധാന്യം കൊണ്ടുവന്നിട്ടുണ്ട്. പഴത്തിന് പകരം ഞാൻ ഇത് തരാം. അതിന് നിന്റെ കയ്യിൽ ധാന്യമൊന്നുമില്ലല്ലോ കുട്ടി. കൃഷ്ണൻ തന്റെ കൈകളിലേക്ക് നോക്കിയപ്പോൾ ധാന്യമെല്ലാം കൊഴിഞ്ഞുപോയെന്ന് കണ്ട് അതിശയിച്ചു നിന്നു. പഴം വിൽപ്പനക്കാരി കൃഷ്ണനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: എന്നെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നീ എന്റെ മടിയിലിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇഷ്ടമുള്ളത്ര